അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ ഹലാലായ, നിങ്ങൾക്ക് ഖൈറായ ഒരു ആഗ്രഹം, നമുക്ക് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ടാകും, ഓരോരോ ആവശ്യങ്ങൾ സാധിച്ച് കിട്ടേണ്ടതായിട്ടുണ്ടാകും. അങ്ങനെയുള്ള ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ സാധിച്ച് കിട്ടുന്ന ഒരു മാർഗം ഇത് നിങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ആഗ്രഹം ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരുന്നതായിരിക്കും. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി റാഹത്തുള്ള, ഇസ്സത്തുള്ള, സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം പേർ കടം കൊണ്ട് പൊറുതിമുട്ടുന്നവരുണ്ട്. അവരുടെ എല്ലാം കടങ്ങൾ വീട്ടി നല്ല സമാധാനമുള്ളൊരു ജീവിതം അവർക്ക് നൽകുമാറാകട്ടെ. ദാരിദ്ര്യം നീക്കി സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതി നൽകി ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്നാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം അത് എന്താണോ അത് പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നതായിരിക്കും. എന്താണ് ആ കാര്യമെന്ന് നോക്കാം. ഇത് 6 ദിക്റുകളുണ്ട്. ഈ 6 ദിക്റുകൾ 33 തവണ മഗ്‌രിബ് നിസ്കാര ശേഷം, അതല്ലെങ്കിൽ ഇശാ നിസ്കാര ശേഷം നിങ്ങൾ കിടക്കുന്നതിന് മുന്നേയായിട്ട് ഒഴിഞ്ഞിരുന്ന് ഒന്നോടുകൂടി നല്ല ഭക്തിയോടുകൂടി ശുദ്ധിയോടുകൂടി ഒഴിഞ്ഞിരുന്ന് നിങ്ങൾ ചൊല്ലുക. ഈ ചൊല്ലുന്ന സമയത്തിനിടയിൽ ആരോടും ഒന്നും സംസാരിക്കാനോ മറ്റൊന്നിനും പോവരുത്. ഇതിൽ തന്നെ മുഴുകിയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ 5 വക്ത് നിസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം. ഈ ദിക്റുകളൊക്കെ ചൊല്ലുവാൻ പ്രാപ്തരാവുന്നത് 1ഉം 2ഉം 3ഉം തവണ നമ്മൾ നിസ്കരിക്കണം. ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 5 വക്ത് നിങ്ങൾ നിസ്കരിക്കാതെ ദിക്ർ മാത്രം ചൊല്ലി നടന്നത് കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും എന്ന് നിങ്ങൾ കരുതണ്ട. അള്ളാഹുവിന് കൊടുക്കാനുള്ളത് അത് നമ്മൾ നിസ്കരിക്കുക, അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുക. അത് ചെയ്യാതെ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടാൻ, അതല്ലെങ്കിൽ കടങ്ങൾ വീടുവാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി നടന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. ഒരിക്കലും സാധിച്ചു കിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി മുതൽ ഇതുവരെ നിസ്കാരങ്ങളൊക്കെ ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക. ഇനി മുതൽ അങ്ങോട്ട് നിസ്കാരങ്ങളൊന്നും ഖളാ ആവാതിരിക്കുവാനും അതിൻ്റെ കൃത്യസമയത്ത് ആ ബാങ്ക് കൊടുത്ത് അല്പസമയത്തിനുള്ളിൽ തന്നെ നിസ്കരിക്കുവാനുള്ള ഒരു ടെൻഡൻസി നമ്മളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാവുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ നിസ്കാരങ്ങൾ ഖളാ ആയി പോവുകയില്ല. എനിക്കും സംഭവിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഇത്. പിന്നീട് നിസ്കരിക്കാം, അതല്ല അല്പം കഴിഞ്ഞ് നിസ്കരിക്കാം എന്ന് കരുതി ഞാൻ മാറ്റിവെക്കും. പക്ഷേ പിന്നീട് എന്തെങ്കിലും ജോലിയിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും വിരുന്നുകാരോ ഒക്കെ വരുമ്പോൾ ആ ഒരു ശ്രദ്ധയിൽപ്പെട്ട് നിസ്കരിക്കുവാനുള്ള ആ കാര്യം മറന്നു പോകും. ഇങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ നിസ്കാരങ്ങളൊക്കെ ഖളാ ആയി പോയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് എനിക്ക് മനസ്സിലായി, ആ നിസ്കാരം അതിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞതിൻ്റെ കാരണം നമുക്ക് മറതി ഉണ്ടല്ലോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്കിൽ ഏർപ്പെടുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ നിസ്കരിക്കാൻ മറന്നു പോകും. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും, ആ ബാങ്ക് കൊടുക്കുന്ന ആ സമയത്തിന് തന്നെ നിസ്കരിച്ചാൽ അത് കഴിഞ്ഞു. അതോടുകൂടി ആ നിസ്കാരത്തിൻ്റെ ബാധ്യത, അപ്പോഴുള്ള ആ നിസ്കാരത്തിൻ്റെ ബാധ്യത കഴിഞ്ഞുവല്ലോ. അപ്പോൾ ഒരുപാട് നമുക്കൊരു ആശ്വാസം കിട്ടുന്നത് ഒരു ഫീലിംഗ് ആയിരിക്കും. നിസ്കരിക്കുവാനുണ്ട് എന്ന ആ ഒരു ഒരു ഭാരം ചുമക്കുന്നത് പോലുള്ള ആ ഫീലിംഗ് പോയിട്ട് നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. നമ്മൾ നിസ്കരിച്ചാൽ, ആ സമയത്തിൽ തന്നെ നിസ്കരിച്ചാൽ അത്രയും ആശ്വാസം കിട്ടും. പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് വീട്ടമ്മമാർ.
നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ളുഹറിൻ്റെ നിസ്കാരം അസറിനോടടുപ്പിച്ച് നിസ്കരിക്കുക, വീട്ടുജോലിയിൽ കാരണം നിസ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയൊന്നും ഒരു സ്ത്രീക്കും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു വീട്ടമ്മയാണ്, എനിക്കൊരു ചെറിയ കുട്ടിയുണ്ട്, ആ കുട്ടീനെ വരെ പരിപാലിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വിചാരിച്ചാൽ നമുക്ക് സാധിക്കും, നമുക്ക് ആ സമയത്ത് തന്നെ നിസ്കരിക്കാൻ നമുക്ക് സാധിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പലരും നമ്മളെ പറ്റി ഒരു പക്ഷേ നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും ജീവിക്കുന്നവർ. പലരുടെയും ഭർത്താക്കന്മാരുടെ ഉമ്മമാർ കുറച്ച് സ്ട്രോങ് ആയിരിക്കും. എന്നാലും നിങ്ങളൊരു 5 മിനിറ്റ് നിങ്ങളുടെ വീട്ടു ജോലിയിൽ നിന്നും മാറ്റി വെച്ച് നിങ്ങൾ റൂമിലേക്ക് വന്ന് ആ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് മുഖവും കൈയും കാലൊക്കെ കഴുകി ഒന്ന് ഉളു എടുത്ത് നിസ്കരിച്ചാൽ മനുഷ്യനൊരു ആശ്വാസമാണ്. മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ, മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞാലൊക്കെ നമുക്കതൊന്നും എന്താ പറയുക, മൈൻഡിലേക്ക് എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവും. അതൊക്കെ എന്തോ ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യാനല്ലല്ലോ റൂമിലേക്ക് വന്നത്. അള്ളാഹുവിനോട് നിസ്കരിക്കുവാൻ, അള്ളാഹുവിന് വേണ്ടിയിട്ട് ശുക്ർ ചെയ്യുവാൻ, അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ ബാധ്യത, എൻ്റെ കടമ, എന്നിൽ നിർബന്ധമാക്കപ്പെട്ട എൻ്റെ കടമ നിർവഹിക്കുവാൻ, എൻ്റെ നിസ്കാരം നിർവഹിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ റൂമിലേക്ക് വന്നത് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊരു വേവലാതിയില്ല. എന്നെപ്പറ്റി അവരിങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളൊരു ടെൻഷൻ നിങ്ങൾക്ക് വരികയില്ല. നിങ്ങളിത് ചെയ്ത് നോക്കൂ. എനിക്ക് അനുഭവമുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതേ ശുദ്ധി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങൾക്ക് ഖുർആൻ ഓതുവാനുണ്ടാകും, അതുപോലെ നിങ്ങൾക്ക് ആ നിസ്കാരശേഷം ചെല്ലേണ്ട ദിക്റുകൾ ചെല്ലുവാനുണ്ടാവും, സലാത്തുകൾ ചെല്ലുവാനുണ്ടാവും. അങ്ങനെ മഗ്‌രിബിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ദുആയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒഴിഞ്ഞിരുന്ന് 33 തവണ ഈ ദിക്റുകൾ, 6 ദിക്റുകളുണ്ട്, ഈ ദിക്റുകൾ മനസ്സിൽ നിങ്ങളുടെ ഉദ്ദേശം നിയ്യത്ത് മനസ്സിൽ കരുതി ചൊല്ലുക. എന്തൊക്കെയാണ് ആ ദിക്റുകൾ എന്ന് നമുക്ക് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചെയ്യുമ്പോൾ ഈ ദിക്റുകൾ ചൊല്ലുമ്പോൾ വുളൂ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ചൊല്ലുന്ന സമയത്ത് മറ്റാരുമായി ഒരു സമ്പർക്കം ഉണ്ടാവരുത്. അതായത് മറ്റുള്ളവരോട് സംസാരിക്കുവാനോ എന്തെങ്കിലും പറയുവാനോ ഒന്നും പോവരുത്. അപ്പോൾ ഒഴിഞ്ഞിരുന്ന് ചൊല്ലുക. ആദ്യം ചൊല്ലേണ്ട ദിക്റ് അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം. ഈ ദിക്റ് 33 വട്ടം നമുക്കെല്ലാവർക്കും അറിയുന്ന, പരിചയമുള്ള, നമ്മൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി രണ്ടാമത്തെ ദിക്റ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്റാണ് രണ്ടാമത്തെ ദിക്റ്. ഇനി മൂന്നാമത്തെ ദിക്ർ ഏതാണെന്ന് നോക്കാം. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്റാണ് പിന്നെ ചൊല്ലേണ്ടത്. അടുത്തതായി ചൊല്ലേണ്ടത് ഒരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഈ സ്വലാത്താണ് പിന്നെ 33 വട്ടം ചൊല്ലേണ്ടത്. ഇനി അടുത്തതായി ചൊല്ലേണ്ട ദിക്റ് ഏതാണെന്ന് നോക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹു മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു മലിക്കുൽ ഹഖുൽ മുബീൻ. ഈ ദിക്റാണ് പിന്നെ 33 പ്രാവശ്യം ചൊല്ലേണ്ടത്. ഇതിന് ശേഷം ചൊല്ലേണ്ട ദിക്റ് ഏതാണെന്ന് നോക്കാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്.
എന്ന ഈ ദിക്റാണ് 33 പ്രാവശ്യം ചൊല്ലേണ്ടത്. ഈ 6 ദിക്റുകളും 33 തവണ വീതം ചൊല്ലിയതിന് ശേഷം അവസാനമായിട്ട് സലാത്തുൽ ഫാത്തിഹ 3 തവണ ചൊല്ലുക. സലാത്തുൽ ഫാത്തിഹ ഏതാണെന്ന് അറിയാവുന്നവരാണല്ലോ നമ്മൾ. അത് നമ്മൾ ചിലപ്പോൾ നിത്യജീവിതത്തിലൊക്കെ ഒരു തവണയോ അല്ലെങ്കിൽ 11 തവണയൊക്കെ ചൊല്ലുന്നവരായിരിക്കും. ഇത് 3 തവണ ചൊല്ലുക. അത് ഏതാണെന്ന് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഈ സലാത്ത് 3 വട്ടം ചൊല്ലിയതിന് ശേഷം അള്ളാഹു എൻ്റെ ദുആക്ക് ഉത്തരം തരും എന്ന വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ആവശ്യം എന്താണോ അത് ദുആ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഇശാ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് വുളുവോടുകൂടി നമ്മൾ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകളും മര്യാദകളെല്ലാം പാലിച്ച് കിടന്നുറങ്ങുക. അത് ചൊല്ലിയതിന് ശേഷമുള്ള ആ പകലിൽ നിങ്ങൾ എഴുന്നേൽക്കുന്ന ആ പകലിൽ നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാനുള്ള ഒരു വാതിൽ തുറക്കപ്പെടുന്നതായിരിക്കും. പരീക്ഷണാർത്ഥം ചെയ്യാതെ റബ്ബ് സുബ്ഹാനഹു തആല എൻ്റെ കാര്യത്തിൽ ഒരു മാർഗം കാണും എന്ന വിശ്വാസത്തിൽ ചെയ്യുക. അങ്ങനെ ചെയ്താൽ എന്തായാലും അതിനുള്ളൊരു മാർഗം, എന്തായാലും അതിനുള്ളൊരു വാതിൽ റബ്ബ് സുബ്ഹാനഹു തആല പരിഹരിക്കാനുള്ളൊരു, നിങ്ങളുടെ പ്രശ്നം എന്താണോ അത് പരിഹരിക്കാനുള്ളൊരു വാതിൽ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് സാധിച്ചു കിട്ടുവാനുള്ളൊരു മാർഗം നിങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു തആല ആ പകലിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇത്രയും പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം നീക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.